Good evening. ഇന്നത്തെ ക്ലാസ് സെൽ സിഗ്നലിങ്ങിനെ പറ്റിയാണ്. ടൈപ്സ് ഓഫ് സെൽ സിഗ്നലിംഗ് ആൻഡ് ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ് ആണ് നമ്മുടെ ടോപ്പിക്. ഇത് സയന്റിഫിക് ഓഫീസർ ബയോളജിയിൽ സിലബസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഓവർവ്യൂ. ദ സെല്ലുലാർ ഇന്റർനെറ്റ്. എന്താണ് സെൽ സിഗ്നലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൽസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. സെൽസ് മസ്റ്റ് റെസ്പോണ്ട് ടു ദ സിഗ്നൽസ് ഇൻ ദ കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് എൻവയോൺമെന്റ്. ഒരു സെല്ല് മറ്റൊരു സെല്ലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഒരു സെല്ല് അതിന്റെ എൻവയോൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയും നമ്മൾ സെൽ സിഗ്നലിംഗ് എന്നാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെൽസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബോത്ത് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. സെൽ സിഗ്നലിംഗ് ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പാത്വേ ആയിട്ട് വരുന്നത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിലാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലെ കമ്മ്യൂണിക്കേഷൻ മെയിൻ ആയിട്ടും അതിനകത്ത് ആകെ ഒരു സിംഗിൾ സെല്ലല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ സെൽസ് അല്ലെങ്കിൽ ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ എൻവയോൺമെന്റ്. അപ്പൊ നോർമലി നമ്മൾ ബാക്ടീരിയയുടെ ഒക്കെ കേസിൽ ഈ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് എൻവയോൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് കോറം സെൻസിങ്. നിങ്ങൾ കീമോടാക്സിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓർഗാനിസംസ് അതിന്റെ എൻവയോൺമെന്റുമായിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു കെമിക്കൽ ഉണ്ട്, ഒരു ടോക്സിക് കെമിക്കൽ ഉള്ള ഒരു എൻവയോൺമെന്റിലാണ് ഈ ഓർഗാനിസം, ഈ ബാക്ടീരിയ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതിന് ആ കെമിക്കൽസിനെ സെൻസ് ചെയ്യാൻ പറ്റുകയും ദിസ് ഇസ് ടോക്സിക് ടു ഇറ്റ്സ് സർവൈവൽ എന്നത് മനസ്സിലാക്കുകയും സോ ദാറ്റ് അതിന് ആ എൻവയോൺമെന്റിൽ നിന്ന് അവിടുന്ന് ലീവ് ചെയ്യാനുള്ള ഒരു സിഗ്നൽ കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പ്രൊക്കാരിയോട്സിൽ സെൽ സിഗ്നലിങ്ങിന്റെ യൂസ്. ഇതിനെയാണ് നമ്മൾ കോറം സെൻസിങ് എന്ന് പറയുന്നത്. ബട്ട് നമ്മുടെ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് യൂകാരിയോട്സിലെ സെൽ സിഗ്നലിംഗ് പാത്വേസ് ആണ്. അപ്പോൾ ഒരു സെൽ മറ്റൊരു സെല്ലുമായിട്ട് ഇന്റർ സെൽ കമ്മ്യൂണിക്കേഷൻ ആണ് യൂകാരിയോട്ടിക് ഓർഗാനിസത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അത് മൾട്ടി സെല്ലുലാർ ആയതുകൊണ്ട് തന്നെ ഒരു സെല്ല് മറ്റൊരു സെല്ലുമായിട്ട് ഇന്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് എന്തിനാണ് മെയിൻ ആയിട്ട്? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റസിസ്. ഇനി സെൽ സിഗ്നലിംഗിന് ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇവന്റ്സ് ദാറ്റ് ലീഡ് ടു അഡാപ്റ്റീവ് ചേഞ്ചസ് ഇൻ ഓർഗാനിസംസ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ ദയർ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ചേഞ്ചസിനെ സെൻസ് ചെയ്യുകയും അതിനനുസരിച്ച് ഒരു ഇന്റേണൽ സിഗ്നൽ കൊടുക്കുകയും അതിനനുസരിച്ച് ഒരു ചേഞ്ച് ഇൻസൈഡ് ദ സെൽ വരുത്താൻ വേണ്ടിയിട്ടും കൂടാണ് സെൽ സിഗ്നലിംഗ് എന്ന പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The ability of cells to perceive and correctly respond to their microenvironment is the basis of development, tissue repair, and immunity, as well as normal tissue homeostasis. ടിഷ്യൂവിന്റെ നോർമൽ ടിഷ്യൂവിനകത്തുള്ള കോമ്പണൻസ് എല്ലാ സെല്ലുകളിലും ഒരു ഹോമിയോസ്റ്റാസിസിൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെൽ സിഗ്നലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയിൽ, അതുപോലെ സെൽ ടിഷ്യൂ റിപ്പയറിന്, അതുപോലെ സെല്ലിന്റെ ഡെവലപ്മെന്റിന് എല്ലാം സെൽ സിഗ്നലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോന്നും നമുക്ക് എക്സാമ്പിൾ പറയാം. ടിഷ്യൂ റിപ്പയർ, ഇപ്പൊ എന്തെങ്കിലും ഒരു മുറിവ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നും സംഭവിച്ചെങ്കിൽ അവിടത്തേക്ക് സിഗ്നൽ വരണം. ഇവിടെ ഒരു മുറിവ് വന്നു എന്നുള്ള സിഗ്നൽ നമ്മൾ ബ്രെയിനിലേക്ക് പോകണം. അതിന് വേണ്ട എന്താന്ന് വെച്ചാൽ ചിലപ്പം അതിന് സീൽ ചെയ്യാനുള്ള ഫൈബ്രിൻ ക്ലോട്ടുകൾ ഉണ്ടാവുക എന്നുള്ളതായിരിക്കും അതിന്റെ റെസ്പോൺസ്. അപ്പോൾ ക്ലോട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കോമ്പണൻസ് എല്ലാം ജനറേറ്റ് ചെയ്യുക, ഈ ഒരു വൂണ്ട് സൈറ്റിലേക്ക് അതിനെ റിക്രൂട്ട് ചെയ്യുക, ഇതൊക്കെയാണ് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ടിഷ്യൂ റിപ്പയർ എന്നുള്ള പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സിഗ്നൽ, ഇവിടെ ഒരു വൂണ്ട് ഉണ്ടായി, മുറിവ് ഇന്ന ബോഡിയുടെ ഇന്ന പാർട്ടിൽ മുറിവ് ഉണ്ടായി എന്നുള്ള ഒരു സിഗ്നൽ പോയെങ്കിൽ മാത്രമേ ആ സിഗ്നലിനെ റിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ബോഡിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇതിനെയാണ് സെൽ സിഗ്നലിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്മെന്റിന്, ഗ്രോത്തിന് ഒരു സെല്ലിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സെല്ലിന്റെ എൻവയോൺമെന്റ് എല്ലാം ഓക്കെ ആണ്, അത് പ്രോപ്പർ ഗ്രോത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ സെല്ല് ഡിവൈഡ് ചെയ്യുക, ഡിവൈഡിങ് ഇൻറ്റു 2 സെൽസ്, നമ്മൾ മൈറ്റോസിസ് മിയോസിസ് എന്നൊക്കെ പറയുന്ന പോലെ. സെല്ല് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ സിഗ്നൽ ആദ്യം സെല്ല് ഡിവൈഡ് ചെയ്യാനുള്ള രീതിയിൽ അതിന്റെ ഗ്രോത്ത് പ്രോപ്പർ ആയിട്ട് നടന്നിട്ടുണ്ട്, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സിഗ്നൽ പോവുക. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയിൽ ഒരു ആന്റിജൻ നമ്മുടെ ബോഡിയിൽ വന്നിട്ടുണ്ട്,
ആന്റിജൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ആന്റിജൻ വന്നു എന്ന സിഗ്നൽ കിട്ടിയെങ്കിൽ മാത്രമേ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സിലേക്ക് നമ്മളെ ശരീരം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പൊ ഇതിനൊക്കെയാണ് സെൽ സിഗ്നലിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. എറേഴ്സ് ഇൻ സിഗ്നലിംഗ് ഇന്ററാക്ഷൻസ് and cellular information processing are responsible for diseases such as cancer, autoimmunity, diabetes, etc. അപ്പോൾ ഇതിനകത്ത് ഈ സിഗ്നലിംഗിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിലൊരു എറേഴ്സ് ഇതിൽ വന്നു കഴിഞ്ഞാൽ ആ എറർ കാരണം പല ഡിസീസസും ഉണ്ടാവും. ലൈക്ക് ക്യാൻസർ. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അതിന്റെ ഡിവിഷൻ അൺകൺട്രോൾഡ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു സെൽ ഡെവലപ്മെന്റില് സെൽ ഗ്രോത്തിന് ഡിവിഷന് സിഗ്നലിംഗ് ഇമ്പോർട്ടന്റ് ആണെന്ന്. പ്രോപ്പർ ആയിട്ട് സെല്ലിന്റെ ഗ്രോത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി അത് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ള സിഗ്നൽ പോകണം. ആ സിഗ്നൽ കറക്റ്റ് ആയിട്ടല്ല, സെല്ല് പ്രോപ്പറായി ഗ്രോത്ത് കഴിയുന്നതിന് മുന്നേ തന്നെ സെല്ലിന് ഡിവിഷനിലേക്കുള്ള സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള അപ്പൊ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കാരണമാണ് ഈ ക്യാൻസർ പോലെയുള്ള ഡിസീസസ് വരുന്നത്. അത് തന്നെ ഓട്ടോ ഇമ്മ്യൂണിറ്റിയുടെ കേസിലും നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഏതെങ്കിലും ഒരു ഫോറിൻ ബോഡി, ഒരു ആന്റിജൻ നമ്മുടെ ബോഡിയിലേക്ക് എത്തുമ്പോഴാണ് അത് സെൻസ് ചെയ്യുന്നതും അത് സിഗ്നൽ ചെയ്യുകയും അതിന് വേണ്ട റെസ്പോൺസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് ആന്റിജൻ ആണ് വന്നത് എന്നുള്ള തിരിച്ചറിവ് അത് ഉണ്ടാവുമ്പോഴാണ് അതിനെതിരെ ആന്റിബോഡി ഉണ്ടാക്കാനുള്ള പ്രോസസ്സ് ബോഡി തുടങ്ങുന്നത്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താ? സെൽഫ് ആന്റിജനെതിരെ തന്നെ ആന്റിബോഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. ഓക്കെ, അതേപോലെ തന്നെ ഡയബറ്റീസ്, ഇതെല്ലാം സെൽ സിഗ്നലിംഗിൽ വരുന്ന എറേഴ്സ് കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളാണ്. ഇനി അടുത്തത് സെൽ സിഗ്നലിംഗിന്റെ ഒരു പ്രോസസ് സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണെന്ന് പറയാം. അപ്പൊ ആദ്യം ഒരു ലിഗാൻഡ് അല്ലെങ്കിൽ ഒരു സിഗ്നൽ മോളിക്യൂൾ വരണം. സിഗ്നൽ മോളിക്യൂൾ വന്നിട്ട് ഇതാണ് സിഗ്നൽ മോളിക്യൂൾ. സിഗ്നൽ മോളിക്യൂൾ വന്നിട്ട് എന്ത് വേണം? റിസപ്റ്ററിന് ബൈൻഡ് ചെയ്യണം. റിസപ്റ്റർ എവിടെയാണ് ഉണ്ടാവുക? റിസപ്റ്റർ നമ്മുടെ സെല്ലിന്റെ സെൽ മെംബ്രെയിനിൽ ഉണ്ടാവും റിസപ്റ്റർ. അപ്പൊ ഈ റിസപ്റ്റർ വന്നിട്ട് ഇതാണ് റിസപ്റ്റർ, എന്തായാലും സെൽ മെംബ്രെയിനിൽ, ഇത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഓക്കെ, റിസപ്റ്റർ ഇവിടെ ഉണ്ടാവും. ആ റിസപ്റ്ററിലേക്ക് ഒരു ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്യുകയാണ്. ഇതാണ് ലിഗാൻഡ് അല്ലെങ്കിൽ സിഗ്നൽ മോളിക്യൂൾ. സിഗ്നൽ വന്നിട്ട് എന്ത് വാങ്ങാം. സിഗ്നൽ എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആന്റിജൻ വന്നു എന്നുള്ള സിഗ്നൽ ആയിരിക്കും കൊടുക്കുക. എന്തായാലും ഈ സിഗ്നൽ ഇവിടെ വന്നിട്ട് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു. റിസപ്റ്റർ എവിടെ ഉണ്ടാവുന്നത്? നമ്മുടെ സെല്ല്. ഇതാണ് സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിൻ ആണ് ഈ കാണുന്നത്. അപ്പൊ ഇവിടത്തേക്ക് ഒരു ലിഗാൻഡ് വന്നിട്ട് ബൈൻഡ് ചെയ്യുക. ലിഗാൻഡ് എന്ന് ഞാൻ പറയുന്നത് സെൽ സിഗ്നൽ മോളിക്യൂളിനെയാണ്. എക്സ്ട്രാ സെല്ലുലാർ സിഗ്നൽ മോളിക്യൂൾ ഇവിടെ വരുന്നു, റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു. റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നതോടുകൂടെ റിസപ്റ്ററിന് ചെറിയൊരു കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ടൊരു സെറ്റ് ഓഫ് റിയാക്ഷൻസ് നടക്കുകയും ഇന്റേണൽ, ഇത് സെൽ സൈറ്റോസോൾ, അതായത് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലെ ലിക്വിഡ് പോർഷനെയാണ് നമ്മൾ സൈറ്റോസോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ സൈറ്റോസോളില് ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് നടക്കുകയാണ്. ഇതിനെയാണ് ഇവരെയൊക്കെയാണ് ഇൻട്രാ സെല്ലുലാർ പ്രോട്ടീൻസ്, സിഗ്നലിംഗ് പ്രോട്ടീൻസ്. ഇങ്ങനെ ഈ സിഗ്നൽ ഇങ്ങോട്ട് പോയി, ഓക്കെ, അതിൽ നിന്ന് അടുത്ത സിഗ്നൽ അടുത്തതിലേക്ക് പോയി അങ്ങനെ ഒരു സീരീസ് ഓഫ് സിഗ്നൽ ട്രാൻസ്മിഷൻ അവിടെ നടക്കും. ഓക്കെ, അങ്ങനെ നടന്ന് ലാസ്റ്റ് ഇഫക്ടർ പ്രോട്ടീൻസിലേക്ക് എത്തും. ഇഫക്ടർ പ്രോട്ടീൻസ് എന്താണ്? ഇവരിലാണ് ഫൈനൽ ചേഞ്ചസ് വരുത്തുന്നത് ഇഫക്ടർ പ്രോട്ടീൻസ് ആണ്. അപ്പൊ എന്തൊക്കെയാവാം? ചിലപ്പോൾ സൈറ്റോസ്കെൽറ്റൽ പ്രോട്ടീൻസിലാണ് ഈ ഫൈനൽ ഇഫക്റ്റ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? ഓൾട്ടേർഡ് സെൽ ഷേപ്പ് ഓർ മൂവ്മെന്റ്. ഓക്കെ, സെൽ ഷേപ്പിന്റെ അല്ലെങ്കിൽ അതിന്റെ സെൽ ഷേപ്പ് ഓൾട്ടർ ചെയ്യപ്പെടും, അല്ലെങ്കിൽ സെല്ലിന്റെ മൂവ്മെന്റിൽ മാറ്റങ്ങൾ വരാം. സൈറ്റോസ്കെൽട്ടൺ പ്രോട്ടീനാണ് ഈ ഫൈനൽ ചേഞ്ച് വരുന്നതെങ്കിൽ ഇഫക്ടർ പ്രോട്ടീനായിട്ട് സൈറ്റോസ്കെൽട്ടൺ പ്രോട്ടീൻ ആണെങ്കിൽ എന്ത് വരാം? ചിലപ്പോൾ സെല്ലിന്റെ ഷേപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്ററി പ്രോട്ടീൻ, അതിലാണ് മാറ്റങ്ങൾ വരുന്നത്. ഇഫക്ടർ പ്രോട്ടീൻ എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്ററി പ്രോട്ടീൻ ആണെങ്കിൽ ഓൾട്ടേർഡ് ജീൻ എക്സ്പ്രഷൻ ആയിരിക്കും അവിടെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
പ്രോട്ടീൻ അല്ലെ, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA ടു RNA, mRNA ആയിട്ട് പ്രോട്ടീൻ സിന്തസിസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് അല്ലെ. പ്രോട്ടീൻ സിന്തസിസ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്നാണ് പറയുന്നത്. അതിന് തൊട്ട് മുന്നേ mRNA സിന്തസിസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്ററി പ്രോട്ടീനിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ എന്തുണ്ടാവും? ട്രാൻസ്ക്രിപ്ഷനിലെ മാറ്റം വരും. അപ്പൊ എന്തായി? ഓൾട്ടേർഡ് ജീൻ എക്സ്പ്രഷൻ ഉണ്ടാവുന്ന പ്രോട്ടീൻ മാറുന്നു. ഇനി ഇഫക്റ്റർ പ്രോട്ടീൻ എന്തായിരിക്കും? മെറ്റബോളിക് എൻസൈം ആണെങ്കിൽ, ഒരു എൻസൈമിനാണ് ഓൾട്ടറേഷൻ വരുന്നതെങ്കിൽ ഓൾട്ടേർഡ് മെറ്റബോളിസം, അതായത് മെറ്റബോളിസം ഓൺ ആവാം ഓഫ് ആവാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഗ്ലൂക്കോസ് മെറ്റബോളിസം, ഗ്ലൂക്കോസിനെ ക്ലീവ് ചെയ്ത് എനർജി റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞ പ്രോസസ് ഏതാണ് സ്റ്റെപ്പ്? ഗ്ലൈക്കോലൈസിസ് അല്ലെ, ഗ്ലൈക്കോലൈസിസ്. ഈ ഗ്ലൈക്കോലൈസിസ് എന്നുള്ള പ്രോസസ്സിൽ ഏതെങ്കിലും ഒരു എൻസൈമിനെ, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫോർ എക്സാമ്പിൾ, എൻസൈമിനെ എന്തെങ്കിലും തരത്തിൽ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സേ നടക്കില്ല അല്ലെ. മെറ്റബോളിസം, ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സേ നടക്കില്ല. അപ്പോൾ ഇത്തരത്തില് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എന്താ പറയാ, ഇഫക്റ്റർ മോളിക്യൂൾസ്, ഇഫക്റ്റർ പ്രോട്ടീൻ മാറുന്നതിനനുസരിച്ച് സെല്ലിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഫൈനൽ എഫക്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, റെസ്പോൺസ് മാറിക്കൊണ്ടിരിക്കും എന്ന്. ഇനി അടുത്തത് നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സെൽ സിഗ്നലിംഗ്. സെൽ സിഗ്നലിംഗിൽ എന്തെല്ലാം സ്റ്റെപ്പാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം ഒരു സിഗ്നല് റിസപ്റ്റർ മോളിക്യൂള് റിസീവ് ചെയ്യണം. സിഗ്നലിന് നമ്മൾ പറയുന്ന പേരാണ് ലിഗാൻഡ്. അപ്പോൾ ഫസ്റ്റ് എന്താ? റിസപ്ഷൻ ആണ് അല്ലെ. ഒരു സിഗ്നലിനെ ആര് റിസീവ് ചെയ്യണം? റിസപ്റ്റർ മോളിക്യൂൾ ഒരു സിഗ്നലിനെ റിസീവ് ചെയ്യണം. ഈ പിക്ചറിൽ നേരത്തെ പറഞ്ഞ പിക്ചറിൽ നമ്മൾ കാണിച്ചതാണ്. ഇതാണ് നമ്മുടെ റിസപ്റ്റർ. ഓക്കെ, പച്ച കളറിൽ കാണുന്നതാണ് റിസപ്റ്റർ, റെഡ് കളറിൽ കാണുന്നതാണ് സിഗ്നൽ. അപ്പൊ ഈ സിഗ്നലിനെ റിസപ്റ്റർ റിസീവ് ചെയ്യുക എന്നുള്ളതാണ് സെൽ സിഗ്നലിംഗ് പാത്വേയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണല്ലോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? റിസപ്ഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ട്രാൻസ്മിഷൻ ഓഫ് സ്റ്റിമുലസ് ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ഓഫ് ദ സെൽ. ഇതിനെയാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഫിഗറിൽ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? റിസപ്ഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റിസപ്ഷൻ. ഇതാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു റിസീവ് ചെയ്ത സിഗ്നലിനെ ഇത്രയും പ്രോട്ടീൻസിലൂടെ ഇതിങ്ങനെ ട്രാൻസ്ഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വരുന്നതാണ് ഫൈനൽ ആയിട്ടുള്ള ഇഫക്റ്റർ പ്രോട്ടീനിലാണ് പിന്നെ വരുന്ന ചേഞ്ചസ് അല്ലെ, റെസ്പോൺസ്. ലാസ്റ്റ് വരുന്ന പ്രോസസ് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സെൽ സിഗ്നലിങ്ങിന് മെയിൻ ആയിട്ട് 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. എന്തൊക്കെയാണ്? 1 റിസപ്ഷൻ, 2 ട്രാൻസ്ഡക്ഷൻ, 3 റെസ്പോൺസ്. സെൽ സിഗ്നലിങ്ങിന് റിസപ്ഷൻ, ട്രാൻസ്ഡക്ഷൻ, റെസ്പോൺസ് എന്നിങ്ങനെ 3 സ്റ്റെപ്പാണ് ഉള്ളത്. ഇനി അടുത്തത് എന്താന്ന് നോക്കാം. സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പാത്വേ. ഇതിനൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് extracellular signals into intracellular responses as well as the individual steps in this process is termed as signal transduction. എക്സ്ട്രാ ആയിട്ടുള്ള ഒരു സിഗ്നലിനെ ഇൻട്രാസെല്ലുലാർ റെസ്പോൺസ് ആക്കുന്ന പ്രോസസ്സാണ്. അതിനെ ഇൻവോൾവ് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിനെയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെന്താണ്? ചെയിൻ ഓഫ് ഇന്റർമീഡിയറ്റ്സ് ആണ്. ഇതിനിടയിൽ ചെയിൻ ഓഫ് ഇന്റർമീഡിയറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി ഇവല്യൂഷൻ ഓഫ് സെൽ സിഗ്നലിംഗ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ, a signal transduction pathway is a series of steps by which a signal on a cell surface is converted into specific cellular response. അതായത് സർഫസിൽ വന്നിരിക്കുന്ന ഒരു സിഗ്നലിനെ നമ്മളൊരു സെല്ലുലാർ റെസ്പോൺസ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സെൽ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നു? ഇറ്റ് കൺവേർട്ട് സിഗ്നൽസ് ഓൺ ദ സെൽ സർഫസ് ഇൻ ടു സെല്ലുലാർ റെസ്പോൺസ്. അപ്പൊ ഒരു സിഗ്നലിനെ സെല്ലുലാർ റെസ്പോൺസ് ആക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽ സിഗ്നലിംഗ് എന്ന് പറയുന്നത്.
in a multicellular organisms communicate by chemical messengers കൊണ്ടാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ലോക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിന് പറയുവാണെങ്കിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ വളരെ ചെറിയ ഡിസ്റ്റൻസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ്. എന്നാൽ ലോങ് ഡിസ്റ്റൻസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഹോർമോൺസ് പോലെയുള്ള കെമിക്കൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആനിമൽസ് ആൻഡ് പ്ലാന്റ് സെൽസ് ഹാവ് സെൽ ജംഗ്ഷൻസ് that directly connect the cytoplasm of adjacent cells. ആണല്ലോ, ഒരു സെല്ലും മറ്റൊരു സെല്ലും തമ്മിൽ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും. ഇതിന് ഗ്യാപ്പ് ജംഗ്ഷൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്ന സെൽ ജംഗ്ഷൻസ്. In local signaling, animal cells may communicate by direct contact or cell-cell recognition. ഏതൊക്കെ രീതിയിലാണ് ഒരു സെല്ല് മറ്റൊരു സെല്ലുമായിട്ട്, ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനകത്തുള്ള രണ്ട് സെല്ലുകൾ ഇൻട്രാസെല്ലുലാർ ആയിട്ടുള്ള, ഇൻട്രാസെല്ലുലാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു സെല്ലിന്റെ ബോഡിക്കകത്തുള്ള, ഒരു ഓർഗാനിസത്തിന്റെ ബോഡിക്കകത്തുള്ള രണ്ട് സെല്ലുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പല രീതിയിൽ സംഭവിക്കാം. എൻഡോക്രൈൻ സിഗ്നലിംഗ്, പാരാക്രൈൻ സിഗ്നലിംഗ്, ഓട്ടോക്രൈൻ സിഗ്നലിംഗ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് പാത്വേസ് ആണ്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, 4 ഫോംസ് ഓഫ് ഇൻട്രാസെല്ലുലാർ സിഗ്നലിംഗ്. ഒന്ന് കോണ്ടാക്ട് ഡിപ്പെൻഡന്റ്, ഇതിന് നമ്മൾ ജെക്സ്റ്റാക്രൈൻ സിഗ്നലിംഗ് എന്ന് പറയുന്നുണ്ട്. പിന്നെ പാരാക്രൈൻ സിഗ്നലിംഗ് ഉണ്ട്, സിനാപ്റ്റിക് സിഗ്നലിംഗ്, അതുപോലെ എൻഡോക്രൈൻ സിഗ്നലിംഗ്. ഓരോന്നും നോക്കാം. എന്താണ് പാരാക്രൈൻ സിഗ്നലിംഗ്? പാരാക്രൈൻ സിഗ്നലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, പാരാക്രൈൻ സിഗ്നലിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ലോക്കൽ മീഡിയേറ്റേഴ്സ് that are released into the extracellular space and act on neighboring cells. ലോക്കൽ മീഡിയേറ്റേഴ്സ് ആണ്. അതായത് നോക്കി, ഈ റെഡ് കളറിൽ കാണുന്നതാണ് ഈ ലോക്കൽ മീഡിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സിഗ്നലിംഗ് സെൽ. അതായത് ഈ സെല്ലാണ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ റെഡ് കളറിൽ കാണുന്നതാണ് സിഗ്നൽ മോളിക്യൂൾസ്. ഈ സിഗ്നൽ മോളിക്യൂൾസ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സിഗ്നലിംഗ് സെൽസ്. എന്നിട്ട് ഈ സിഗ്നലിംഗ് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽ മോളിക്യൂൾസ് ആരാണ്? റിസീവിംഗ് സെൽ. ഇതാണ് റിസീവിംഗ് സെൽ, ടാർഗറ്റ് സെൽസ്. ഓക്കെ, ഇവിടെ 3 ടാർഗറ്റ് സെൽസ് ഉണ്ട്. ഈ 3 ടാർഗറ്റ് സെൽസിന്റെയും സെൽ സർഫസിൽ എന്തുണ്ട്? സെൽ സർഫസ് റിസപ്റ്റേഴ്സ് ഉണ്ട്. പച്ച കളറിൽ കാണുന്നില്ലേ? ഇതാണ് റിസപ്റ്റേഴ്സ്. അപ്പൊ ഈ റിസപ്റ്റേഴ്സിലേക്ക് ആര് പോയി ബൈൻഡ് ചെയ്യുന്നു? നമ്മുടെ സിഗ്നൽസ് പോയി ബൈൻഡ് ചെയ്യുന്നു. അപ്പൊ സിഗ്നലിംഗ് സെൽ പ്രൊഡ്യൂസസ് ദ സിഗ്നൽ വിച്ച് ഇവര് എന്താണ്? ലോക്കൽ മീഡിയേറ്റേഴ്സ് ആണ്. ഒരുപാട് ദൂരെ ഇവർക്ക് പോകാൻ പറ്റില്ല. ലോക്കൽ ആയിട്ടുള്ള ഏരിയാസിൽ മാത്രമേ ഇവർ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ സിഗ്നലിംഗ് സെൽസ് റിലീസസ് ലോക്കൽ മീഡിയേറ്റേഴ്സ് that are released into the extracellular space. ഇതാണ് നമ്മുടെ extracellular space. അവിടേക്കാണ് റിലീസ് ചെയ്യുന്നത്. and act on neighboring cells. ഓക്കെ, റിസീവിംഗ് സെൽസ് എന്തായിരിക്കും ഇവിടെ? നെയ്ബറിംഗ് സെൽസ് ആയിരിക്കും. ഒരുപാട് ദൂരെയുള്ള സെൽസിലേക്ക് പോയിട്ട് ഇവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത ടീം എങ്ങനെയാ ഇന്ററാക്ട് ചെയ്യുന്നത് നോക്കാം. അതാണ് എന്താണ്? കോണ്ടാക്ട് ഇൻഹിബിഷൻ. കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഓക്കെ, കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. രണ്ട് സെല്ലുകൾ തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവും. ഓക്കെ, ഇതാണ് സിഗ്നലിംഗ് സെൽ, ഇതാണ് സിഗ്നലിംഗ് സെൽ, ഇതാണ് ടാർഗറ്റ് സെൽ. ഓക്കെ, അപ്പൊ സിഗ്നലിംഗ് സെൽ എന്ത് ചെയ്യുന്നു? അതിന്റെ സിഗ്നലിനെ റിലീസ് ചെയ്യുന്നു. ആ സിഗ്നൽ മോളിക്യൂൾ എവിടെയാണ്? മെംബ്രെയിൻ ബൗണ്ട് ആണ്. അപ്പോ സിഗ്നലിംഗ് സെല്ലിന്റെ മെംബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ആരുള്ളത്? അതിന്റെ സിഗ്നൽ മോളിക്യൂൾ ഉള്ളത്. ടാർഗറ്റ് സെല്ലിലോ? ടാർഗറ്റ് സെല്ലിൽ ആരാ ഉള്ളത്? റിസപ്റ്റർ മോളിക്യൂൾ ആണുള്ളത് അല്ലെ? റിസപ്റ്റർ മോളിക്യൂൾ. അപ്പൊ ഈ റിസപ്റ്റർ പ്രോട്ടീൻ എവിടെയാ ഉള്ളത്? ടാർഗറ്റ് സെല്ലിന്റെ സർഫസിലാണ്. അപ്പൊ ടാർഗറ്റ് സെല്ലിന്റെ സർഫസിലുള്ള റിസപ്റ്ററിലേക്ക് സിഗ്നലിംഗ് സെല്ലിന്റെ സിഗ്നലും എന്താ ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. ഓക്കെ, ഇവര് തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. അപ്പൊ ഇത് എപ്പോഴേ നടക്കുകയുള്ളൂ? ഈ രണ്ട് സെല്ലുകളും ക്ലോസ് കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കോണ്ടാക്ട് ഡിപ്പെൻഡന്റ് സെൽ സിഗ്നലിൽ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ട് സെല്ലുകൾ വളരെ അടുത്ത്, അല്ലെങ്കിൽ അവര് തമ്മിൽ ഒരു കോണ്ടാക്റ്റിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രോസസ് നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സെൽ സർഫസ് റിസപ്റ്റർ ഉണ്ടാവും റിസീവിംഗ് സെല്ലില്, ടാർഗറ്റ് സെല്ലില്. അതേപോലെ സിഗ്നലിംഗ് സെല്ലിൽ നിന്നുണ്ടാവും മെംബ്രെയിൻ ബൗണ്ട് സിഗ്നൽ മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പൊ രണ്ടും അതിന്റെ മെംബ്രെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ടാർഗറ്റ് സെല്ലും അതേപോലെ തന്നെ സിഗ്നലിംഗ് സെല്ലിലും. ഓക്കെ, അങ്ങനെ ഇവര് തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റും അതുവഴി ഒരു
സിഗ്നലിംഗ് പ്രോസസ്സും പോസിബിൾ ആവും. ഇതിനെയാണ് കോണ്ടാക്ട് ഡിപ്പെൻഡന്റ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? സിനാപ്റ്റിക് സിഗ്നലിംഗ്. അത് ന്യൂറോ ട്രാൻസ്മിറ്റർ വഴി ന്യൂറോൺസിൽ നടക്കുന്നതാണ്. പിന്നെ എൻഡോക്രൈൻ സിഗ്നലിംഗ് അതെവിടെയാണ്? ഹോർമോൺസ് ആണ് അത് ചെയ്യുന്നത്. ഓരോന്നും പറയാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഡയറക്റ്റ് സിഗ്നലിംഗ്. സെൽ ടു സെൽ കോണ്ടാക്ട് ഉണ്ടാവുമ്പോൾ മാത്രമേ ഈ ഒരു ഡയറക്റ്റ് സിഗ്നലിംഗ് നടക്കുകയുള്ളൂ. ഇതിന് എക്സാമ്പിൾ ആണ് പ്ലാസ്മ ഡെസ്മേറ്റ. പ്ലാന്റ് സെല്ലുകൾ തമ്മിൽ ഡയറക്റ്റ് ഇങ്ങനെ ഒരു ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടില്ലേ? സെൽ വാളിന്. ഇതിനെയാണ് പ്ലാസ്മ ഡെസ്മേറ്റ. ആർക്ക് എക്സാമ്പിൾ ആണ്? പ്ലാസ്മ ഡെസ്മേറ്റ എന്ന് പറയുന്നത് ഡയറക്റ്റ് സിഗ്നലിംഗിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. ഇനി അല്ലാത്ത ആനിമൽ സെൽസിലാണെങ്കിൽ എന്തുണ്ട്? ഗ്യാപ്പ് ജംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഗ്യാപ്പ് ജംഗ്ഷൻസ് ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. എന്ത്? ഡയറക്റ്റ് സെൽ ടു സെൽ കോണ്ടാക്ട് ഡിപ്പെൻഡന്റ് സെൽ സിഗ്നലിംഗിന് എക്സാമ്പിൾ ആണ് ഗ്യാപ്പ് ജംഗ്ഷൻസും പ്ലാസ്മ ഡെസ്മേറ്റയും. ഇനി പാരാക്രൈൻ സിഗ്നലിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് സിഗ്നലിംഗ് മോളിക്യൂൾസ് റിലീസ് ചെയ്യുന്നു. ആര്? സിഗ്നലിംഗ് സെൽസ്. എങ്ങോട്ട്? എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിലേക്ക്. അവിടെ നിന്നുണ്ടാവുന്ന ഈ സെക്രീറ്ററി വെസിക്കിൾസിലൂടെ ഇവർ എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. ആൻഡ് അത് ലോക്കൽ എൻവയോൺമെന്റിലേക്ക് റിലീസ് ആവുന്നു. അത് ടാർഗറ്റ് സെല്ല് റിസീവ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ് നമുക്ക് പറയാനുള്ളത്, സിനാപ്റ്റിക് സിഗ്നലിംഗ്. സിനാപ്റ്റിക് സിഗ്നലിംഗ് ന്യൂറോൺസ് ആണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ന്യൂറോൺസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അതിന്റെ സിഗ്നൽസ് ഇലക്ട്രിക്കലി അലോങ് ദയർ ആക്സോൺസ് ആൻഡ് റിലീസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അറ്റ് ദ സിനാപ്സ്. ഇതിനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നു അല്ലെ? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിനാപ്സിൽ റിലീസ് ചെയ്യുന്നു ഒരു ന്യൂറോൺ. അടുത്ത ന്യൂറോൺ അതെന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. ഓക്കെ. ടാർഗറ്റ് ന്യൂറോൺ എന്ത് ചെയ്യുന്നു? അത് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിസീവ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. ഇതാണ് സിനാപ്റ്റിക് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? എൻഡോക്രൈൻ സിഗ്നലിംഗ്. എൻഡോക്രൈൻ സിഗ്നലിംഗ് എന്ന് പറയുന്നത് ഹോർമോൺസ് ആണ് മെയിൻ ആയിട്ടും ഇതിൽ ഫങ്ഷൻ ചെയ്യുന്നത്, സിഗ്നൽ മോളിക്യൂൾസ് ആയിട്ട്. അതായത് എൻഡോക്രൈൻ സെല്ല് ആ സിഗ്നൽസിനെ റിലീസ് ചെയ്യുന്നു. ആ സിഗ്നൽസ് എന്ത് ചെയ്യുന്നു? ബ്ലഡ് വെസലിലൂടെ ട്രാവൽ ചെയ്യുന്നു. ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തിട്ട് ടാർഗറ്റ് സെല്ലിലേക്ക് വരുന്നു. ഓക്കെ. ഹോർമോൺസ് ട്രാവൽ ഇൻ ബ്ലഡ് സ്ട്രീം ടു ടാർഗറ്റ് സെൽസ്. ഓക്കെ അല്ലേ? ഹോർമോൺസ് ഇപ്പൊ നമ്മളെ ബോഡിയിലുള്ള ഒരുപാട് ഹോർമോൺസ് ബ്രെയിനിലാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പോൾ സിന്തസൈസ് അതിനുള്ള സിഗ്നൽസ് കൊടുക്കുന്നത് ബ്രെയിനിൽ നിന്നാണ്. അപ്പോൾ അത് ബ്രെയിനിൽ നിന്ന് ടാർഗറ്റ് സെല്ലിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ആ ടാർഗറ്റ് സെല്ലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ഇവിടെ നടക്കുന്നു ത്രൂ ബ്ലഡ്. ഇതിനെയാണ് ലോങ് ഡിസ്റ്റൻസ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. എൻഡോക്രൈൻ സിഗ്നലിംഗ് എന്നും ഇതിനെ തന്നെയാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വേറൊരു സിഗ്നലിംഗ് പാത്വേ കൂടെ ഉണ്ട്. ഇതിന്റെ പേരാണ് ഓട്ടോക്രൈൻ സിഗ്നലിംഗ്. ഓട്ടോ എന്നുള്ള വേർഡ് വരുമ്പോൾ തന്നെ നമുക്കറിയാം സെയിം അല്ലെ? അപ്പോ ഒരു സിഗ്നലിംഗ് മോളിക്യൂള് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം സെല്ലിലെ തന്നെ അതിന്റെ റിസീവറും ഉണ്ടെങ്കിൽ, റിസെപ്റ്റർ മോളിക്യൂളും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓട്ടോക്രൈൻ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. അതായത് ഇതാണ് ഇപ്പൊ നമ്മുടെ സെല്ല്. ഓക്കെ. ഈ സെല്ലിനകത്താണ് ഈ പിങ്ക് കളറിൽ കാണുന്നതാണ് സിഗ്നലിംഗ് മോളിക്യൂൾസ്. അപ്പോൾ ഈ സെല്ല് സിഗ്നലിംഗ് മോളിക്യൂൾസിനെ റിലീസ് ചെയ്യുകയാണ്. ഈ റിലീസ് ചെയ്യുന്ന സിഗ്നലിംഗ് മോളിക്യൂളിന്റെ റിസെപ്റ്റർ എവിടെയാണുള്ളത്? ഓക്കെ. റിസെപ്റ്റർ എവിടെയാണുള്ളത്? സെയിം സെല്ലിന്റെ സർഫസിൽ തന്നെയാണ്. ഓക്കെ. അപ്പൊ ഈ സിഗ്നൽസ് എവിടേക്ക് തന്നെയാണ് പോകുന്നത്? സെയിം സെല്ലിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്നിട്ട് അതിന്റെ റെസ്പോൺസോ ആ സെയിം സെല്ലിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. ഇതിനെയാണ് നമ്മൾ ഓട്ടോക്രൈൻ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാക്രോഫേജസ് ഇന്റർലൂക്കിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യില്ലേ? അത് ഈ ഓട്ടോക്രൈൻ സിഗ്നലിംഗ് വഴിയാണ്. അപ്പോ അതിന് സിഗ്നൽ മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം സെല്ലുകൾ തന്നെയാണ് ആ സിഗ്നൽസിനെ റിസീവ് ചെയ്യുന്നതും. ഓക്കെ. അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും സെയിം സെല്ലാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഓട്ടോക്രൈൻ സിഗ്നലിംഗ് എന്ന്. ക്ലിയർ അല്ലേ? ഇനി അതുപോലെ തന്നെ ടി സെൽ പ്രോലിഫറേഷൻ ബൈ സൈറ്റോകൈൻസും ഒരു ഓട്ടോക്രൈൻ സിഗ്നലിംഗിന്റെ എക്സാമ്പിൾ ആണ്. സൈറ്റോകൈൻസ് ടി സെൽസ് റിലീസ് ചെയ്യണമെങ്കിൽ, അതായത് സൈറ്റോകൈൻസ് സിഗ്നൽ മോളിക്യൂൾസ്, അത് ടി സെല്ലിന് പ്രോലിഫറേറ്റ് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പോൾ സിന്തസൈസ് ചെയ്യുന്നതും ടി സെൽ തന്നെ അതിന്റെ
ഇതിന്റെ സിഗ്നലിംഗ് ഓട്ടോക്രൈൻ സിഗ്നലിംഗ് ആണ് വരുന്നത്. അതായത് ടി സെൽ പ്രോലിഫറേഷൻ ബൈ സൈറ്റോകൈൻസും ഓട്ടോക്രൈൻ സിഗ്നലിങ്ങിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഇത് അതിന്റെ പ്രോസസ് സ്റ്റേജസ് ഓഫ് സെൽ സിഗ്നലിംഗ് ഒന്നും കൂടെ ഒരു ഫിഗറിൽ പറയുകയാണ്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? സിഗ്നൽ റിസീവ് ചെയ്യുകയാണ്. ആരാണ് റിസീവ് ചെയ്യുന്നത്? റിസെപ്റ്റർ മോളിക്യൂൾ. റിസെപ്ഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സിഗ്നൽ മോളിക്യൂൾ വരുന്നു, അത് റിസെപ്റ്റർ മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു ആൻഡ് അത് ഇന്റേണലൈസ് ചെയ്യുന്നു. ഒരുപാട് ഇൻട്രാസെല്ലുലാർ പ്രോട്ടീൻസിൽ ചേഞ്ചസ് വരുത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ട്രാൻസ്ഡക്ഷൻ വിച്ച് ഒക്കേഴ്സ് ഇൻസൈഡ് ദ സെൽ. സൈറ്റോപ്ലാസത്തിലാണ് ട്രാൻസ്ഡക്ഷൻ നടക്കുന്നത്. എന്നിട്ട് എന്ത് വരുന്നു? ലാസ്റ്റ് റെസ്പോൺസ് ഉണ്ടാവും, ആക്ടിവേഷൻ ഓഫ് സെല്ലുലാർ റെസ്പോൺസ്. അപ്പൊ എന്തിനാണോ ഈ ഒരു സിഗ്നലിംഗ് പ്രോസസ്സ് ഓൺ ആയത്, അത് എന്താ റെസ്പോൺസ് എന്ന് വെച്ചാൽ അത് നടക്കും. ചിലപ്പോൾ മെറ്റബോളിസ് ആയിരിക്കും, മെറ്റബോളിസ് ഓൺ ആവലാവും അല്ലെങ്കിൽ ഓഫ് ആവലാവും. എന്തായാലും ആ ഒരു റെസ്പോൺസ് ആണ് ലാസ്റ്റ് നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ടൈപ്പ് ഓഫ് ലിഗാൻസ് ആണ്. എത്ര ടൈപ്പ് ലിഗാൻസ് ഉണ്ട്, ഏതൊക്കെയാണ് ലിഗാൻസ്, എന്തൊക്കെയാണ് ഇവരുടെ ഫങ്ഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത്. ലിഗാൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സിഗ്നലിംഗ് മോളിക്യൂൾസ്. മെയിൻ ആയിട്ട് നമുക്ക് സിഗ്നൽസിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് എന്താണ്? ഹൈഡ്രോഫോബിക് സിഗ്നൽസും ഹൈഡ്രോഫിലിക് സിഗ്നൽസും. ഓക്കെ അല്ലേ? ഹൈഡ്രോഫോബിക് സിഗ്നൽസ് എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോഫോബിക് സിഗ്നൽസ് എക്സാമ്പിൾ ആണ് സ്റ്റിറോയിഡ്സ്, റെറ്റിനോയിഡ്സ്, തൈറോക്സിൻ ഒക്കെ. എന്താ ഹൈഡ്രോഫോബിക് എന്ന് പറയുമ്പം? ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ അവര് വാട്ടർ ഹേറ്റിംഗ് ആണ് അല്ലെ? വാട്ടർ ഹേറ്റിംഗ് ആണ്. അപ്പൊ അവർക്ക് ഓട്ടോമാറ്റിക് അവരെന്തായിരിക്കും? ലിപ്പിഡ് ലവിങ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ മോളിക്യൂൾസിന് ദേ ക്യാൻ പാസ് ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ. ഹൈഡ്രോഫോബിക് മോളിക്യൂൾസ് സിഗ്നൽസിന്റെ പ്രത്യേകത, ദേ ക്യാൻ പാസ് ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് ഇന്റേണലൈസ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെയാണ് അവരുടെ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പൊ ഹൈഡ്രോഫോബിക് സിഗ്നൽസിന്റെ ഒരു സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഒരു എക്സാമ്പിൾസ് ആണ് സ്റ്റിറോയിഡ്സ്, റെറ്റിനോയിഡ്സ്, തൈറോക്സിൻസ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇവിടെ ഇവരെന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ദേ ക്യാൻ പാസ് ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ. ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഇവരെന്ത് ചെയ്യുന്നു? പ്ലാസ്മ മെംബ്രെയിനിലൂടെ പാസ് ചെയ്യുന്നു. ആൻഡ് ഇവരുടെ റിസെപ്റ്റർ എവിടെയായിരിക്കും? സൈറ്റോസോളിക് ആയിരിക്കും. റിസെപ്റ്റർ സൈറ്റോസോളിക് റിസെപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ റിസെപ്റ്റർ ഈ സിഗ്നൽ മോളിക്യൂൾ ഇന്റേണലൈസ് ചെയ്ത് സൈറ്റോപ്ലാസത്തിൽ വരികയും അവിടെ സൈറ്റോസോളിക് റിസെപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുകയും എന്നിട്ട് ഇന്റേണലൈസ്, അപ്പൊ സൈറ്റോസോളിക് റിസെപ്റ്റർ ലിഗാൻഡ് കോംപ്ലക്സ് ഉണ്ടാവും. ഈ കോംപ്ലക്സ് ന്യൂക്ലിയസിനകത്തേക്ക്, ഇത് ന്യൂക്ലിയസ്, ഇത് പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, ഇത് സൈറ്റോപ്ലാസം, ഇത് പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, ഇത് സൈറ്റോപ്ലാസം. കിട്ടിയല്ലോ? ഓക്കെ, അപ്പൊ ഈ സൈറ്റോപ്ലാസത്തിലുള്ള സൈറ്റോസോളിക് റിസെപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു. ആര്? നമ്മളെ ലിഗാൻഡ് മോളിക്യൂൾസ് വരുന്നു, ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവരൊരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ആൻഡ് ഈ കോംപ്ലക്സ് ആണ് ന്യൂക്ലിയസിനകത്തേക്ക് ട്രാവൽ ചെയ്യുന്നതും അവിടെയാണ് പിന്നെ റെസ്പോൺസ് നടക്കുകയും ചെയ്യുന്നത്. ഈ ഇത്തരത്തിലുള്ള സിഗ്നൽസിനെയാണ് നമ്മൾ ഹൈഡ്രോഫോബിക് സിഗ്നൽ എന്ന് പറയുന്നത്. ഹൈഡ്രോഫോബിക് സിഗ്നൽസ് എന്താ ചെയ്യുന്നത്? ദേ ക്യാൻ പാസ് ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് എൻറ്റർ the cell cytoplasm, and where they meet their receptors and forms a complex, and the cytosolic receptor ligand complex pass through the nucleus and enter the nucleus. അല്ലെ, ന്യൂക്ലിയർ മെംബ്രെയിനെ ക്രോസ് ചെയ്തിട്ട് ഇറ്റ് എൻ്റർ ദ ന്യൂക്ലിയസ്. ഇനി അടുത്ത സെറ്റ് ലിഗാൻഡുകളെയാണ് നമ്മൾ ഹൈഡ്രോഫിലിക് ലിഗാൻഡ് എന്ന് പറയുന്നത്. സോ ഹൈഡ്രോഫിലിക് ആണ്. അപ്പൊ അവരെന്തായിരിക്കും? വാട്ടർ ലവിങ് ആണ്. അപ്പോ സെല്ലിന്റെ പുറത്തെല്ലാം വാട്ടർ ആണ്, ഇവിടെയൊക്കെ വാട്ടർ ആണുള്ളത്. അപ്പോൾ അവര് ഈ ഒരു പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇവരുടെ റിസെപ്റ്റേഴ്സ് എങ്ങനെയായിരിക്കും? സെൽ സർഫസ് റിസെപ്റ്റേഴ്സ് ആയിരിക്കും അല്ലെ? ആക്റ്റീവ് സെൽ സർഫസ് റിസെപ്റ്റർ. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഹൈഡ്രോഫിലിക് സിഗ്നൽസ് ആണെങ്കിൽ ദേ വിൽ കം ആൻഡ് ബൈൻഡ് ടു ദ സെൽ സർഫസ് റിസെപ്റ്റേഴ്സ്. അപ്പൊ ഇവിടെയാണ് റിസെപ്റ്റർ ലിഗാൻഡ് കോംപ്ലക്സ് ഉണ്ടായത്. എവിടെ? സെല്ലിന്റെ സർഫസിൽ. ഇവിടെ എന്തായിരുന്നു സെൽ റിസെപ്റ്റർ ലിഗാൻഡ് കോംപ്ലക്സ് ഉണ്ടായത്? ഇൻസൈഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെ? എന്ന് വെച്ചാൽ സൈറ്റോസോളിലാണ് ഉണ്ടായത്. ഇവിടെ സെൽ സർഫസിലാണ് റിസെപ്റ്റർ ലിഗാൻഡ് കോംപ്ലക്സ് ഉണ്ടായത്. ആൻഡ് ഇത് ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് നടക്കുന്നു. അതായത് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ പ്രോസസ് നടക്കുന്നു. ഓക്കെ, ട്രാൻസ്ഡക്ഷൻ നടക്കുന്നു. ആൻഡ് ഫൈനലി ഇഫക്റ്റർ പ്രോട്ടീൻസ് ഉണ്ടാവുന്നു. അവര്
ചിലപ്പോ എന്താണോ റെസ്പോൺസ്, ആ റെസ്പോൺസ് നടത്തും. അത് ചിലപ്പോൾ മോഡിഫിക്കേഷൻ ഓഫ് സെല്ലുലാർ മെറ്റബോളിസം ആയിരിക്കാം, അല്ലെങ്കിൽ സെല്ലിന്റെ ഫംഗ്ഷനിലുള്ള എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സെല്ലിന്റെ മൂവ്മെന്റിലെ മോഡിഫിക്കേഷൻ ആയിരിക്കും. അപ്പൊ എന്തായാലും ആ മോഡിഫിക്കേഷൻസ് ഫൈനലി നടത്തുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന് ഓവറോൾ ആയിട്ടൊന്ന് പറയാനുള്ളത്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? എക്സ്ട്രാ സെല്ലുലാർ സിഗ്നൽ മോളിക്യൂൾസ് they bind to cell specific receptors. എന്തൊക്കെയാവാം ഈ റിസപ്റ്റേഴ്സ്? റിസപ്റ്റേഴ്സ് സെൽ സർഫസിലായിരിക്കാം, അല്ലെങ്കിൽ സൈറ്റോസോളിലായിരിക്കാം. എന്തായാലും ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്ന ലിഗാൻഡ്സ് എന്തൊക്കെയായിരിക്കാം? ഷുഡ് ബി സ്മോൾ, വളരെ സ്മോൾ മോളിക്യൂൾസ് ലൈക്ക് അമിനോ ആസിഡ്സ്, ലിപ്പിഡ് ഡെറിവേറ്റീവ്, സ്റ്റിറോയിഡ്സ്, അസറ്റൈൽ കൊളൈൻ, ഇവരൊക്കെ എന്താണ്? കെമിക്കൽസിന് എക്സാമ്പിൾസ് ആണ്. അതേപോലെ തന്നെ ഗ്യാസസ്, നൈട്രിക് ഓക്സൈഡ്, ഓക്സിജൻ തുടങ്ങിയ ഗ്യാസസ് ഇത്തരത്തിലുള്ള സ്മോളർ മോളിക്യൂൾസിന് അല്ലെങ്കിൽ കെമിക്കൽസിന് എക്സാമ്പിൾ ആണ്. എന്ത്? ലിഗാൻഡ്സിന് എക്സാമ്പിൾ ആണ്, സിഗ്നൽ മോളിക്യൂൾസിന് എക്സാമ്പിൾസ് ആണ്. അതേപോലെ പെപ്റ്റൈഡ്സ്, അഡിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺസ്, വാസോപ്രസിൻ ഒക്കെ പലതരം പെപ്റ്റൈഡുകളാണ്. സോളിബിൾ പ്രോട്ടീൻസ് ആവാം, ലൈക്ക് ഇൻസുലിൻ, ഗ്രോത്ത് ഹോർമോൺ, അല്ലെങ്കിൽ പ്രോട്ടീൻസ് ദാറ്റ് ആർ ടെത്തേർഡ് ടു ദ സർഫസ് ഓഫ് ദ സെൽ ഓർ ബൗണ്ട് ടു ദ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ്. അങ്ങനെ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് ഒക്കെ ആയിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്ന പ്രോട്ടീൻസും ആകാം. അപ്പോൾ എന്തൊക്കെയാവാം ലിഗാൻഡ് എന്ന് പറയുന്നത്? they must be small molecules like amino acids, lipids, അത് അങ്ങനെയുള്ളവരാവാം, അല്ലെങ്കിൽ ഗ്യാസസ് ആയിരിക്കാം, ഓക്സിജൻ, നൈട്രിക് ഓക്സൈഡ് തുടങ്ങിയ ഗ്യാസസ്, പെപ്റ്റൈഡ്സ് ആയിരിക്കാം, സോളിബിൾ പ്രോട്ടീൻസ് ആയിരിക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള ലിഗാൻഡ് മോളിക്യൂൾസ് അല്ലെങ്കിൽ സിഗ്നൽ മോളിക്യൂൾസ് they bind to specific receptors. റിസപ്റ്റേഴ്സിനേക്ക് ഇവർ ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, one large class of hydrophobic signal molecules, primarily steroids, retinoids, thyroxines, ഇവരൊക്കെയാണ് ഹൈഡ്രോഫോബിക് മോളിക്യൂൾസ്, സിഗ്നലിംഗ് മോളിക്യൂൾസ്. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താണ്? they can pass through the hydrophobic ആണ്. സോ അവർക്ക് വാട്ടറിൽ നിൽക്കാൻ പറ്റില്ല. സോ they pass through the cell membrane, പ്ലാസ്മ മെംബ്രെയിനിലൂടെ പാസ് ചെയ്യും ആൻഡ് എൻ്റർ ദ സെൽ, സൈറ്റോസോളിലെത്തും. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ. റിസപ്റ്റർ പ്രോട്ടീൻസ് ഉണ്ട്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനകത്താണ് ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ഹോർമോൺ. ഇവരെന്താണ്? ഹൈഡ്രോഫോബിക് ലിഗാൻഡ് ആണ്. ഈ ലിഗാൻഡ് വരുന്നു, സിഗ്നൽ മോളിക്യൂൾസ് they bind, ഒരു കോംപ്ലക്സ് ഉണ്ടാവുന്നു. ഇത് എവിടെയാണ് നടക്കുന്നത്? സൈറ്റോസോളിലാണ്. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുന്നത് സൈറ്റോസോളിലാണ്. അവർ ആക്ടിവേറ്റഡ് ആവും. എന്നിട്ട് they move through the, എവിടേക്ക് പോകുന്നു? ന്യൂക്ലിയസിലേക്ക് പോകുന്നു. they can pass through the nuclear membrane and enter the nucleus where they bind to the DNA. DNA-യുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു? mRNA-യിൽ they bound to the bound protein stimulate the transcription of gene into the mRNA. mRNA-യിൽ മാനിപ്പുലേഷൻസ് ചെയ്യും, ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നു, ആൻഡ് ആ പെർട്ടിക്കുലർ പ്രോട്ടീനെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, സിന്തസൈസ്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു സീരീസ് ഓഫ് ഇവന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ സിഗ്നൽ മോളിക്യൂൾ ആരാണ്? ഹൈഡ്രോഫോബിക് ആണ്. ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ ആണ് ഈ പെർട്ടിക്കുലർ എക്സാമ്പിളിൽ പറയുന്നത്. ഓക്കെ, ഇനി ചില സിഗ്നലിംഗ് മോളിക്യൂൾസിന് എക്സാമ്പിൾസ് ആണ് സ്റ്റിറോയിഡ് ഹോർമോൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈഡ്രോഫോബിക് ഗ്രൂപ്പിൽ വരുന്നതാണ്. This class of molecule diffuses across the plasma membrane and bind to the receptors in the cytoplasm അല്ലെങ്കിൽ ന്യൂക്ലിയസ്. ഈ റിസപ്റ്റേഴ്സ് സൈറ്റോപ്ലാസത്തിൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് പല റിസപ്റ്റേഴ്സും ന്യൂക്ലിയസിലും കാണും. അപ്പോൾ എവിടെയാണോ അവരുടെ റിസപ്റ്റർ ഉള്ളത്, ആ റിസപ്റ്ററിൽ പോയിട്ടാണ് നമ്മുടെ സിഗ്നൽ മോളിക്യൂൾ ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ അവർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഓക്കെ, they are all synthesized from cholesterol. കൊളസ്ട്രോൾ ഡിറൈവ്ഡ് ആയിരിക്കും ഈ പറഞ്ഞ സ്റ്റിറോയിഡ് ഹോർമോൺസ്. അതുകൊണ്ടാണ് അവരെ സ്റ്റിറോയിഡ് ഹോർമോൺസ് എന്ന് പറയുന്നത്. They include steroids like estrogen, progesterone, testosterone, corticosteroids, എന്തൊക്കെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ്, എല്ലാവരും ഈ സ്റ്റിറോയിഡ് ഹോർമോൺസിന് എക്സാമ്പിൾസ് ആണ്. ഇനി വരുന്നത് എന്താണ്? തൈറോയിഡ് ഹോർമോൺ, വൈറ്റമിൻ D3, റെറ്റിനോയിക് ആസിഡ്സ് ഒക്കെ എന്താണ്? അവര് സ്റ്റിറോയിഡ് അല്ല, സ്റ്റിറോയിഡ് ഹോർമോണിന്റെ ഗ്രൂപ്പിൽ വരുന്നവരല്ല. ഓക്കെ, they have different structure and function, ബട്ട് അവരുടെ മെക്കാനിസം സെയിം ആണ്. ഫംഗ്ഷനും സ്ട്രക്ചറും വ്യത്യാസമുണ്ട്. സ്റ്റിറോയിഡ് ഹോർമോണിനെ പോലെയല്ല തൈറോയിഡ് ഹോർമോണും വൈറ്റമിൻ D3യും റെറ്റിനോയിക് ആസിഡും ഒക്കെ. പക്ഷെ ഇവരെല്ലാം ഹൈഡ്രോഫോബിക് ആണ്. എല്ലാ ഹോർമോൺസും ഹൈഡ്രോഫോബിക് ആണ്. സോ അത് ലിപ്പിഡിനെ ക്രോസ് ചെയ്തിട്ട്, ലിപ്പിഡ് ബൈലെയർ മെംബ്രെയിനെ ക്രോസ് ചെയ്തിട്ട് സൈറ്റോസോളിൽ വരികയും സൈറ്റോസോളിക് അല്ലെങ്കിൽ ന്യൂക്ലിയർ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുകയും കോംപ്ലക്സ് ഫോം ചെയ്യുകയുമാണ് ഇവിടെ നടക്കുന്നത്.
ഓക്കെ, ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റിറോയിഡ് റിസപ്റ്റർ സൂപ്പർ ഫാമിലി എന്ന് പറയുന്നത്. They are transcription factors that function either as activators or repressors of transcription. ഇനി വരുന്നത് എന്താണ്, നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡ് അല്ലെങ്കിൽ ആൻഡ് കാർബൺ മോണോക്സൈഡ്, ഇത്തരത്തിലുള്ള ഗ്യാസസും സിഗ്നൽ മോളിക്യൂൾസ് ആണ്, ആണല്ലോ. നൈട്രിക് ഓക്സൈഡ് എന്താണ്, ഇറ്റ് ഈസ് എ സിമ്പിൾ ഗ്യാസ്. It is able to diffuse across the plasma membrane and alters the activity of intracellular target enzymes. It's extremely unstable, so its effects are local. It signals the dilation of blood vessels. Nitric oxide, carbon monoxide, okay, blood vessel dilation example ആണ്, അല്ലെങ്കിൽ കാരണക്കാരാണ്. അപ്പൊ ഇവിടെ സിഗ്നൽ മോളിക്യൂൾസ് നൈട്രിക് ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് പോലെയുള്ള ഗ്യാസസ് ആയിരിക്കാം. ഇനി വേറൊരു സിഗ്നൽ മോളിക്യൂളിന് എക്സാമ്പിൾ ആണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ദേ സിഗ്നൽ ഫ്രം ന്യൂറോൺ ടു ന്യൂറോൺ, ഫ്രം ന്യൂറോൺ ടു അതർ ടാർഗറ്റ് സെൽ. ഇത് എക്സാമ്പിൾ ആണ് മസിൽ സെൽസ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ന്യൂറോൺസിൽ നിന്ന് ന്യൂറോൺസിലേക്ക് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ടാർഗറ്റ് സെല്ലിനെ ലേക്കും സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ സിഗ്നൽ ആരാണ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സിഗ്നൽസിന്, ടൈപ്പ് ഓഫ് ലിഗാൻസിനെ പറ്റി പഠിച്ചു, ഏതൊക്കെ ടൈപ്പ് സിഗ്നൽസ് ഉണ്ടെന്ന്. മെയിൻ ആയിട്ട് ഹൈഡ്രോഫോബിക്, ഹൈഡ്രോഫിലിക്, അങ്ങനെ 2 ടൈപ്പ് സിഗ്നൽസ് ആണുള്ളത്. ഹൈഡ്രോഫോബിക് സിഗ്നൽസിന് പ്ലാസ്മ മെംബ്രെയിനെ ക്രോസ് ചെയ്യാനും ഇന്റേണലൈസ് ചെയ്യാനും അവിടെ നിന്ന് എന്തെങ്കിലും സെല്ലുലാർ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഹൈഡ്രോഫിലിക് ആണെങ്കിൽ അവർക്ക് സെൽ സർഫസ് റിസപ്റ്റേഴ്സുമായിട്ട് മാത്രമേ ബൈൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി വേറൊന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിച്ചത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിഗ്നലിംഗ്, ഡിഫറെന്റ് പാത്വേസ് ഉണ്ട്. അതിൽ ഒന്നുകിൽ കോണ്ടാക്ട് ഡിപ്പെൻഡന്റ് ആയിരിക്കാം. കോണ്ടാക്ട് ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെല്ലുകളും പരസ്പരം കോണ്ടാക്റ്റിൽ വരികയാണെങ്കിൽ മാത്രം നടക്കുന്ന ഒരു സിഗ്നലിംഗ് പ്രോസസ് ആണ്. അപ്പോൾ അവിടെ റിസപ്റ്ററും സിഗ്നലിംഗ് സെല്ലും രണ്ടും ക്ലോസ് കോണ്ടാക്റ്റിലായിരിക്കും. റിസപ്റ്റർ മോളിക്യൂൾ എവിടെയായിരിക്കും, ടാർഗറ്റ് സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിനിലും, സിഗ്നലിംഗ് സെല്ലിന്റെ സിഗ്നൽ അതും സിഗ്നലിംഗ് സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിനിലായിരിക്കും. അപ്പൊ ഇവര് രണ്ടുപേരും പുറത്തേക്ക് നിൽക്കുകയായിരിക്കും. സോ ഈ 2 റിസപ്റ്ററിനും സിഗ്നലിനും കോണ്ടാക്ട് ചെയ്യാൻ അവർ അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്ലോസ് കോണ്ടാക്റ്റിലായിരിക്കും. അപ്പൊ അവർ തമ്മിൽ കോംപ്ലക്സ് ഫോം ചെയ്യുകയും റിയാക്ഷൻസ് നടക്കുകയും അതിനനുസരിച്ചുള്ള ചേഞ്ചസ് എഫക്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ റെസ്പോൺസ് ബോഡിയിൽ നടക്കുകയും ചെയ്യുന്നു. പാരാക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ റെസ്പോൺസ് ആണ്, അതായത് ലോക്കൽ മീഡിയേറ്റേഴ്സിനെ റിലീസ് ചെയ്യുന്നു. ഒരുപാട് ദൂരം ഒന്നും ഇവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. നെയ്ബറിംഗ് സെൽസ്, ഒരു അടുത്തടുത്തുള്ള സെല്ലുകൾ, എന്നാൽ ക്ലോസ് കോണ്ടാക്ട് വേണ്ടതാനും, ഡയറക്റ്റ് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തടുത്തുള്ള മറ്റ് നെയ്ബറിംഗ് സെൽസിലേക്ക് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പാരാക്രൈൻ സിഗ്നലിംഗ് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് സിനാപ്റ്റിക് സിഗ്നലിംഗ്. അത് ന്യൂറോൺസിൽ മാത്രം നടക്കുന്ന സിഗ്നലിംഗ് മെത്തേഡാണ് സിനാപ്റ്റിക് സിഗ്നലിംഗ്. പിന്നെ വരുന്നതാണ് എൻഡോക്രൈൻ സിഗ്നലിംഗ്. അതായത് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ, ഒരു സിഗ്നൽ മോളിക്യൂള് വളരെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുകയും ടാർഗറ്റ് സെല്ലിൽ എത്തുകയും അവിടെ അതിന്റെ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുകയും അതിനുള്ള റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാനുള്ള സിഗ്നൽ പാസ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് എൻഡോക്രൈൻ സിഗ്നലിംഗ്. ഇതിന് എക്സാമ്പിൾ ഹോർമോൺസ് ആണ്. ഏത് ബോഡി പാർട്ടിൽ നിന്ന് ഹോർമോൺ റിലീസ് ചെയ്താലും അത് ബ്ലഡിലൂടെ ട്രാവൽ ചെയ്തിട്ട് അതിന്റെ ടാർഗറ്റ് സൈറ്റിൽ എത്തുകയും അവിടെ റെസ്പോൺസ് നടത്തുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് എൻഡോക്രൈൻ സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. സിഗ്നലിംഗ് പാത്വേ എന്ന് പറഞ്ഞാൽ എന്താണ് സിഗ്നലിംഗ് പാത്വേയുടെ ഇമ്പോർട്ടൻസ്, 2 സിഗ്നല്, ഒരു സെല്ല് മറ്റൊരു സെല്ലിലേക്ക് എങ്ങനെ സിഗ്നൽ കൈമാറ്റം ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണുള്ളത്, ഫസ്റ്റ് റിസപ്ഷൻ, രണ്ടാമത്തെ ട്രാൻസ്ഡക്ഷൻ, മൂന്നാമത്തത് റെസ്പോൺസ്. ഓക്കെ, അത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, ക്ലോസ് കോണ്ടാക്റ്റിലാണെങ്കിൽ എത്ര ടൈപ്സ് ഉണ്ടെന്നുള്ളതാണ്, എൻഡോക്രൈൻ, പാരാക്രൈൻ, ഓട്ടോക്രൈൻ. ഓക്കെ, പിന്നെ കോണ്ടാക്ട് ഡിപ്പെൻഡന്റ്, ഇങ്ങനെ 4 ടൈപ്പ് ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ലിഗാൻസിനെ പറ്റി പറഞ്ഞു. ലിഗാൻസ് മെയിൻ ആയിട്ട് 2 ടൈപ്പിലുണ്ട്, ഒന്ന് ഹൈഡ്രോഫിലിക്, ഒന്ന് ഹൈഡ്രോഫോബിക്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
താങ്ക് യു.